ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ലക്ഷം ദൂതസേവിതരിതാ ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ യോഹന്നാൻ വെളിപ്പാടി കണ്ടപ്പോൾ മേഘരൂഢനാ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. കിരൂബുകൾ സറാഫുകൾ ദൂതരിവർ കിരൂബുകൾ സറാഫുകൾ ദൂതരിവർ സ്വർണ്ണക്കാഹളം കഴുത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി ആത്തുപാടുന്നോർത്തു കേൾക്കുവീനത് ആത്തുപാടുന്നോർത്തു കേൾക്കുവീനത് വലിയ പെരുവെള്ളത്തിനിറച്ചിൽ കൊത്തതാമൊലി വാനിൽ വാനിൽ അതിഗംഭീരമായി വാനിൽ വാനിൽ അതിഗംഭീരമായി. ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി രാജാധിരാജനം സുതരിൽ നിന്നുക പുറപ്പെടുന്നിതാ വാനിൽ വാനിൽ അതിഗംഭീരമായി വാനിൽ വാനിൽ അതിഗംഭീരമായി മണ്ണിലുറങ്ങുന്നതാം മൃഗ മൃഗ മണ്ണിലുറങ്ങുന്നതാം മൃഗ മൃഗ ഇനി മുഹൂർത്തത്തിൽ ഉയർത്തെഴുന്നതി പ്രസന്നവദനരായി ശീഘ്രം ശീഘ്രം അതിസംബോധരായി ശീഘ്രം ശീഘ്രം അതിസംബോധരായി. ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ യോഹന്നാൻ വെളിപ്പാടി കണ്ടപ്പോൾ മേഘരൂഢനാ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ യോഹന്നാൻ വെളിപ്പാടി കണ്ടപ്പോൾ മേഘരൂഢനാ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം കൊടുക്കാം 13-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. 13-ാം അധ്യായത്തിൻ്റെ
11-ാമത്തെ വാക്യം ആദ്യമായി അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 31-32 വാക്യം വായിക്കാം. സ്വർഗരാജ്യം. മറ്റൊരുപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുവുമണിയോട് സദൃശം. അത് ഒരു മനുഷ്യൻ എടുത്ത് തൻ്റെ വയലിൽ ഇട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. 45-46 വാക്യം. സ്വർഗരാജ്യമാണ് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഏതിനോട് സദൃശ്യം? സ്വർഗരാജ്യം. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയേറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ദൈവത്തിന് സ്തോത്രം. 47-48 വാക്യം. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശം. നിറഞ്ഞപ്പോൾ അവൻ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം, ഇതാണ് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന ആ വിഷയം. ഒരു വാക്യം കൂടെ ഉണ്ട്, അത് നമുക്ക് അറിവിന് വേണ്ടി വായിക്കാം. 23-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. സ്വർഗരാജ്യമാണ് നമ്മുടെ വിഷയം. അതിൽ 23-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. സ്വർഗരാജ്യം അത് മനുഷ്യനെ അടച്ചു കളയുന്ന ആളുകളുണ്ട്. അവരോ കിടക്കുന്നില്ല, കിടക്കുവാൻ സമ്മതിക്കുന്നില്ല ആളുകൾ. സ്വർഗരാജ്യം, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് ഒരു കൂട്ടം ജനത്തെ കൊണ്ട് അവർ സ്വതവേ പറഞ്ഞതല്ല, അവരെ കൊണ്ട് പറയിച്ചതാണ്. അവരെ ആത്മീയമായി നടത്തി. ഇസ്രായേലിൻ്റെ ഗോത്രപിതാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, അവർക്കൊരു പിതൃദേശം അന്വേഷിച്ചിരുന്നവർ, ഒരു ദേശം ഉണ്ട് എന്ന് അന്വേഷിച്ചിരുന്നു. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും എല്ലാം ദൈവരുടെ ദൈവം വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല. ഒരു പിതൃദേശമുണ്ടെന്ന് ലക്ഷ്യം വെച്ച് ജീവിച്ചതായ ആ ജനത്തെ കൊണ്ട് വിളിച്ചു പറയിച്ചു, അവൻ്റെ രക്തം, ആരുടെ രക്തം? യേശുക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ആ ജനത്തെ കൊണ്ട് വിളിച്ചു പറയിച്ച ഒരു ആത്മീയ നേതൃത്വമുണ്ടായിരുന്നു. ആ നേതൃത്വമാണ് മനുഷ്യന് ദൈവരാജ്യം അടച്ചു കളഞ്ഞത്. അനേകർക്ക് ദൈവമക്കളെ, ഇന്നും അതുപോലെ തന്നെയുള്ള ആത്മീയ നേതൃത്വങ്ങളുണ്ട്, കൂട്ടായ്മകളുണ്ട്, ആത്മീയ പ്രസ്ഥാനങ്ങളുണ്ട്. മനുഷ്യന് ദൈവരാജ്യം അടച്ചു കളയുന്നു. കാരണം ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് ജനത്തെ നടത്തുന്നില്ല. കർത്താവായ യേശുവിനെ സ്നേഹിക്കണമെന്നുള്ളതായ, ദൈവകൽപ്പനയനുസരിച്ച് ജീവിക്കണമെന്നുള്ളതായ, ദൈവത്തോട് വാക്ക് പറഞ്ഞത് പാലിക്കണമെന്നുള്ളതായ ആ ദൈവത്തിൻ്റെ ആലോചന ജനത്തിന് കൊടുക്കാതെ ദൈവത്തിൻ്റെ ദൈവരാജ്യം മനുഷ്യന് അടച്ചു കളയുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. നാം വായിച്ച ആദ്യത്തെ വാക്യത്തിലേക്ക് വരാം. 13-ാം അധ്യായം 11-ാമത്തെ വാക്യം. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ദൈവമക്കളെ, അത് ഭാഗ്യമാണ്. വസ്തു ഒരു വരമാണത്, ഭാഗ്യമാണ്. ദൈവരാജ്യം, ആ രാജ്യം അത് എവിടെ കിടക്കും? അതെവിടെ ഞാൻ എങ്ങനെ പ്രവേശിക്കും? എന്തുകൊണ്ട് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെ എനിക്ക് സാധിക്കും? അതെങ്ങനെ എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്? അത് ഞാൻ പ്രവേശിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ദൈവമക്കളെ, അത് പറഞ്ഞു കിട്ടുന്നതായ ഒരു സ്ഥലമുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞത്, അതറിയുവാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. എൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയും, 13-9, ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഒരു സർക്കാർ ഉത്തരവ് ഇടുമ്പോൾ, സർക്കാർ ഒരു ഉത്തരവുണ്ടാകുമ്പോൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവ് ഉണ്ടാവില്ല, എല്ലാവരും കേട്ടേ മതിയാവുക. ഒരു കോടതി ഉത്തരവ് എഴുതുമ്പോൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് കോടതി ഒരു ഉത്തരവുണ്ടാവില്ല, അത് വേണ്ടപ്പെട്ടവർ എല്ലാവരും അനുസരിച്ചേ മതിയാവുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കാരണം അത് കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല. ദൈവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ ബുദ്ധിയെ കെടുത്തുന്നില്ല. അത് കേട്ടേ പറ്റുള്ളൂ എന്ന് ദൈവം നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ജ്ഞാനിയായ സോളമൻ പറഞ്ഞത്, ദുഷ്പ്രവർത്തിക്കാർക്കുള്ള ശിക്ഷാവിധി
തൽക്ഷണം നടക്കായികയാൽ മനുഷ്യൻ പാപം ചെയ്യാൻ ധൈര്യപ്പെടുന്നു. ദർശവാക്യം 8:11 വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാരണം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ആർക്കും ഒരു ദോഷം പെട്ടെന്ന് വരുന്നില്ല, ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം കേട്ടിട്ടും മദ്യപാനം ഉപേക്ഷിക്കാതെ പോയാൽ എന്തെങ്കിലും ദോഷം വരും, ഇന്ന് തന്നെ എന്തെങ്കിലും ദോഷം വരുമെന്ന് അതുകൊണ്ടുണ്ടോ? ഉണ്ടാവണമെന്നില്ല. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ല എന്നുള്ളത് കൊണ്ട് അടുത്ത നിമിഷത്തിൽ ഒരു ദോഷം വരണമെന്നില്ല. കല്യാണം നടക്കും, വിവാഹം നടക്കും, വീട് വയ്ക്കും, എല്ലാം നടക്കും. പക്ഷേ തടസ്സം വരുന്നത് ദൈവരാജ്യത്തിൽ കിടക്കുമ്പോഴാണ്. അതുകൊണ്ട് ദൈവരാജ്യം ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ വചനം ഘോഷിച്ചപ്പോൾ ഒരു കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 13-48 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലനാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ എല്ലാവരും ഒന്നും അംഗീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കുന്നവരെ എല്ലാവരും അംഗീകരിക്കൊന്നുമില്ല. ഉന്നതന്മാർ അംഗീകരിക്കില്ല, കുലമഹിമികളവർ അംഗീകരിക്കില്ല. ദൈവത്തിൻ്റെ വചനം, പ്രിയപ്പെട്ടവരെ, കുലഹീനരും നികൃഷ്ടവരുമായവർ മാത്രം അന്വേഷിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചു. വലിയൊരു കൂട്ടം ആളുകൾ അതിന് ചെവി കൊടുത്തില്ല, അത് മൈൻഡ് ചെയ്ത് പോലുമില്ല. രേഖപ്പെടുത്തിയിരിക്കുന്നു വേദപുസ്തകത്തിൽ 13-48. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു. അതാരുടെയും തലയിലെഴുത്തല്ല. ദൈവം ആരെയും നിത്യജീവന് വേണ്ടി തലയിലെഴുതി വെച്ചിട്ടില്ല. പത്രോസ് അപ്പോസ്തലൻ പറയും, എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും ദൈവരാജ്യത്തിലെത്തണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പക്ഷേ എനിക്ക് നിത്യജീവൻ വേണം, എനിക്ക് ദൈവരാജ്യം വേണം. എനിക്ക് ജീവിച്ചു വന്നിരുന്ന പോലെ ജീവിച്ചാൽ പോരാ, എനിക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിക്കണമെന്നുള്ളതായ ഒരാഗ്രഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴേ ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയുള്ളൂ. അതല്ലെങ്കിൽ അത് മനസ്സിലാവില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ഒരു യാഥാർത്ഥ്യ ബോധം, അതുപോലെ തന്നെ കർത്താവായ യേശുവിന് ജീവിതം കൈമാറിയാൽ മാത്രമേ, പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ദൈവവചനമെന്നോ ആത്മാവിൻ്റെ സ്വബോധമെന്നോ എന്താണ്, ഏതൊക്കെയാണ് പാപമെന്നോ, പ്രിയപ്പെട്ടവരെ, മേടിച്ചാൽ മടക്കി കൊടുക്കാതിരിക്കുക, ഭാര്യയും ഭർത്താവും പിണങ്ങിക്കിടക്കുക, അതൊരു ഉണ്ടായാൽ കോപം വന്നാൽ കോപം തിരിച്ചു കോപിക്കുക, ഇതൊക്കെ പാപമാണെന്ന് എന്നാ മനസ്സിലായത്? കോളേജിൽ പഠിച്ചപ്പോൾ മനസ്സിലായോ? കല്യാണം കഴിച്ചപ്പോൾ മനസ്സിലായോ? മാമോദീസ മുക്കിയപ്പോൾ മനസ്സിലായോ? അച്ഛൻ വന്ന് പരവദാസം നടത്തിയപ്പോൾ മനസ്സിലായോ? ഈ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങിക്കിടന്നാൽ അത് പാപമാണെന്ന് പരവദാസം നടത്തിയപ്പോൾ മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ദേവാലയത്തിലെ ശുശ്രൂഷക്കാരൻ്റെ മകനാണ്. ഞാൻ എൻ്റെ അപ്പനെ സഹായിക്കാൻ ഞാൻ 4ാം ക്ലാസ് മുതൽ മതബഹായിൽ ശുശ്രൂഷക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പഴയ നിയമം വായിച്ചിട്ടുണ്ട്, പള്ളിയിൽ സ്ലീഹ വായിച്ചിട്ടുണ്ട്, മധുവായുടെ മുമ്പിൽ നിന്ന് ഇടത്തും വലത്തും ഒക്കെ എന്ന് പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങിക്കിടക്കുന്നത് പാപമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കലഹമുണ്ടാക്കുന്നത് പാപമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു, കൂട്ടുകാരോട് ഞാൻ മദ്യപിച്ച് കിടക്കുന്നു, എറണാകുളത്ത് റോഡരികിൽ ഞാൻ മദ്യപിച്ച് കിടന്നു, ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനൊക്കെ ആയിരുന്നു. പക്ഷേ ഇതൊന്നും പാപമാണെന്ന് ഞാൻ അറിയുന്നില്ല. കാരണം അന്ന് എന്താ പ്രശ്നം? അന്ന് എനിക്ക് ജോലിയില്ലേ? ജോലിയുണ്ട്. പള്ളിയിൽ പോകുന്നില്ലേ? പള്ളിയിൽ പോകുന്നുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ അന്ന് എന്താ പ്രശ്നം? അന്ന് എൻ്റെ ജീവിതം ഞാൻ യേശുവിന് കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതം യേശുവിന് കൊടുത്തിട്ടില്ല. ദൈവമക്കളെ, കർത്താവിന് ഞാൻ എൻ്റെ ജീവിതം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എന്താണ് ദൈവവചനമെന്നും എനിക്ക് വചനം മനസ്സിലാക്കാൻ തുടങ്ങിയത്. ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് എൻ്റെ ജീവിതം ഞാൻ യേശുവിന് കൊടുത്തതിന് ശേഷമാണ്. ദൈവമക്കളെ, നിങ്ങളിവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കണം. കർത്താവായ യേശുവിന് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണം. കർത്താവേ, എൻ്റെ ജീവിതം നിനക്ക് തരുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണം, എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണം. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനകൾ വേണം. ഞാൻ എൻ്റെ 35ാമത്തെ വയസ്സിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച മനുഷ്യനാണ്. അത് ചെറുപ്പത്തിലെ ആരും പറഞ്ഞു തന്ന പ്രാർത്ഥനയൊന്നുമല്ല, പള്ളി കേട്ടുപിടിച്ച പ്രാർത്ഥനയൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പറഞ്ഞു തന്നൊരു പ്രാർത്ഥനയാണ്. കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, എനിക്ക് ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ 35ാമത്തെ വയസ്സിൽ ഞാൻ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ എൻജിനീയറായിരുന്നു. എനിക്ക് ശമ്പളമുണ്ട്.
എനിക്കൊരു വാഹനമുണ്ട്, എനിക്കൊരു വീടുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് വരുമാന മാർഗമെല്ലാം ഉണ്ട്. പക്ഷേ എന്താ എനിക്ക് ഇല്ലാത്തത്? എനിക്കുള്ളത് ധാരാളം പറയാനുണ്ട്, എന്നാൽ എനിക്ക് ഇല്ലാത്തത് എന്തെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല അതുവരെ. ഞാൻ എനിക്കെല്ലാം ഉണ്ടെന്ന് കരുതി ജീവിച്ചു. എനിക്കില്ലാത്തത് എന്താണെന്ന് ഞാനും ചിന്തിച്ചിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടുമില്ല. പക്ഷേ വചനമാണ്, വചനത്തിന് മുമ്പിൽ വന്നപ്പോൾ, ദൈവത്തിൻ്റെ സത്യവചനത്തിന് മുമ്പിൽ വന്നപ്പോൾ എനിക്കില്ലാത്തത് എന്താണെന്ന് എനിക്ക് ബോധം കിട്ടി. എനിക്ക് യേശുവില്ല, എൻ്റെ ഹൃദയത്തിൽ യേശുവില്ല. ആ സുബോധം എനിക്ക് വന്നപ്പോൾ ദൈവമക്കളെ, എൻ്റെ കണ്ണ് നിറഞ്ഞു ഞാൻ യേശുവിനെ വിളിച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അതൊരനുഭവമായിരുന്നു വാസ്തവത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. നമ്മൾ അനേകരും ബാല്യം മുതൽ കേട്ട് പഠിച്ചിട്ടുള്ളതാണ് ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ കിടക്കണം, ദൈവരാജ്യമുണ്ട്, സ്വർഗമുണ്ട്. എന്നാൽ വളർന്നു വരുന്തോറും ഈ സ്വർഗരാജ്യം എന്നുള്ളത് ഒരു സ്വപ്നം പോലെ അങ്ങ് മാറിപ്പോവുക. സ്വർഗരാജ്യം കിട്ടുമെന്നുള്ളത് ഒരു സ്വപ്നം പോലെ അങ്ങ് കുറഞ്ഞു പോവുക ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ഒരു കാലത്ത്, പഠിച്ച കാലത്ത്, ഇതൊരു വലിയ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്വർഗരാജ്യം ഞങ്ങൾക്ക് തരണമേ, സ്വർഗസ്വനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്വർഗരാജ്യം തരണമേ എന്നൊക്കെ പറയുമ്പോൾ സ്വർഗരാജ്യം ഇപ്പം കിട്ടുമെന്നൊക്കെ കരുതിയത്. പക്ഷേ വളർന്നു വന്നപ്പോൾ മനസ്സിലായി സ്വർഗരാജ്യം എന്നുള്ളത് ഒരു സ്വപ്നം പോലെയായി കുറഞ്ഞുപോയി. എന്താണ് അതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിഞ്ഞില്ല. സ്വർഗരാജ്യത്തിലെത്തുന്ന കാര്യം ആരും പഠിപ്പിച്ചില്ല, ആരും പറഞ്ഞു തന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ദൈവത്തിൻ്റെ സത്യവചനം, ആത്മാവിൻ്റെ തീഷ്ണതയുള്ള വചനം, ജീവൻ്റെ വചനം അധികമില്ല പ്രിയപ്പെട്ടവരെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം എടുക്കാം, അതിൻ്റെ 21-ാമത്തെ വാക്യമൊക്കെ വായിക്കാം, നമുക്കൊന്ന് വായിക്കാം ദൈവമക്കളെ. കാരണം ധാരാളം പള്ളി പ്രസംഗങ്ങളുണ്ട്, ധാരാളം കൺവെൻഷനുകളുണ്ട്, ഓരോ സഭകൾക്കും ധാരാളം കൺവെൻഷനുകളുണ്ട്, ഓരോ ദേവാലയം തോറും പ്രസംഗങ്ങളുണ്ട്, ധാരാളം കൺവെൻഷനുകളുണ്ട്, മെഗാ കൺവെൻഷനുകളുണ്ട്. എന്നാൽ വചനമില്ല. എന്താണ് അപ്പോസ്തലൻ പ്രവാചകന്മാരെ പറഞ്ഞത്? എന്താണ്? നമുക്ക് വായിച്ചു നോക്കാം. 22-ന്റെ 21. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ദൈവത്തിന്റെ പ്രവാചകൻ ഒരു രാജാവിനോടാ പറഞ്ഞു കൊടുക്കുന്നത്, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. നീയോ ഞാൻ കേൾക്കുകയില്ല എന്ന് നീ പറഞ്ഞു. എന്റെ വാക്കനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ വചനം, മുഖം നോക്കാതെ ദൈവത്തിന്റെ വചനം. അതാണ് പ്രവാചക ശബ്ദം. രാജാവാണോ പ്രിയപ്പെട്ടവരെ, പുരോഹിതനാണോ, ആരാണ് നോക്കാതെ, ഉദ്യോഗസ്ഥനാണോ, ജോലിക്കാരനാണോ, ആരാണ് നോക്കാതെ ദൈവത്തിന്റെ വചനം. ബാല്യം മുതൽ നിന്റെ സ്വഭാവം ദൈവത്തിന്റെ വചനം അനുസരിക്കില്ല എന്നുള്ളത് ബാല്യം മുതൽ നിന്റെ സ്വഭാവമാണ്. 24-ാമത്തെ വാക്യം, അതേ അധ്യായം തന്നെ 24-ാമത്തെ വാക്യം. എന്നാണ് യെഹോയാക്കീമിന്റെ മകനായി യഹൂദ രാജാവായ കന്യാവ് എൻ്റെ വലങ്കൈക്ക് ഒരു മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം കേൾക്കാതെ അതിനോട് മത്സരിക്കുന്നവൻ ഇന്ന് ദൈവത്തിന്റെ കയ്യിലെ മുദ്രാമോതിരമായിരുന്നാലും ശരി, അത്ര വിലപ്പെട്ടവനായാലും ശരി, അവനെ ഊരി എറിഞ്ഞു കളയും. മുഖപക്ഷമില്ലാത്ത ദൈവം. അതാണ് ദൈവരാജ്യത്തിൻ്റെ മർമ്മം എന്നൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ല എങ്കിൽ പദവി വെച്ചുകൊണ്ടോ, സ്ഥാനമാനങ്ങൾ വെച്ചുകൊണ്ടോ, ശമ്പളം കൊണ്ടോ, പ്രിയപ്പെട്ടവരെ ഉദ്യോഗം കൊണ്ടോ ദൈവം അവനെ ഊരി എറിഞ്ഞു കളയും. നമുക്കറിയാം, മീൻ പിടിക്കാൻ പോണവൻ പിടിക്കണ മീനെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ടോ? ഇല്ല. മീൻ പിടിക്കാൻ പോയിട്ടുള്ളവർക്കറിയാം, പിടിക്കണ മീനെല്ലാം വയ്യാറില്ല. വേണ്ട, പാടത്ത് കൃഷി ചെയ്തിട്ടുള്ളവർക്കറിയാം. കൃഷിക്കാർ ധാരാളം പേരുണ്ടല്ലോ, ഞാനും ഉണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കൃഷി. അവിടെ കൊയ്തെടുക്കുന്നത് എല്ലാം ഒന്നും പത്താഴത്തിലേക്ക് പോകില്ല. കൊയ്തെടുക്കുന്നത് പാറ്റി പിറക്കി അതിലെ പതിര് അങ്ങ് കളയും, നെല്ല് മാത്രമേ ശേഖരിക്കുകയുള്ളൂ. കടലിൽ വല വീശി മീൻ പിടിക്കുന്നവരുണ്ട്, ആ മീനെല്ലാം ശേഖരിച്ചെടുക്കില്ല. ചില മീനൊക്കെ വിഷമാണ്, ചില മീൻ ഭക്ഷണയോഗ്യമല്ല, എഡിബിളല്ല.
അത് എറിഞ്ഞുകളയും. നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇതാണ് ദൈവരാജ്യത്തിന് പ്രമാണം. പള്ളിയിൽ വരുന്നവരും കൂട്ടായ്മയിൽ വരുന്നവരും എല്ലാവരും ഒന്നും ദൈവരാജ്യത്തിൽ ഉണ്ടാവില്ല. അതിനെയെല്ലാം ദൈവം ഒന്ന് ശുദ്ധീകരിക്കും. അതാണ് ന്യായവിധി എന്ന് പറയുന്നത്. ഒരു ന്യായവിധിയുണ്ട്. പാപം ചെയ്ത് സന്തോഷിക്കാൻ ഒരു ദിവസമുണ്ടെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ ഒരു ദിവസമുണ്ട്. പാപത്തിൽ രസിക്കാൻ ഒരു ദിവസമുണ്ടെങ്കിൽ പാപത്തിന് കണക്ക് കൊടുക്കാൻ ഒരു ദിവസമുണ്ട്. സഹോദര, മദ്യപിക്കാൻ നിനക്കൊരു ദിവസമുണ്ടെങ്കിൽ നിന്റെ മദ്യപാനത്തിൻ്റെ കണക്ക് കൊടുക്കേണ്ടതായ ഒരു ദിവസമുണ്ട്. ഭാര്യയെ മർദ്ദിക്കാൻ ഒരു ദിവസമുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഭർത്താവിനെ പീഡിപ്പിച്ചെങ്കിൽ, ഭർത്താവിനെ വെറുപ്പുണ്ടാക്കിയെങ്കിൽ, ഭർത്താവിനോട് പകവീട്ടിയെങ്കിൽ അങ്ങനെയൊരു ദിവസമുണ്ടെങ്കിൽ അതിന് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. മനുഷ്യൻ വിതച്ചാൽ അത് കൊയ്യേണ്ടി വരും. ദൈവത്തിൻ്റെ വചനമുണ്ടത്. അത് വചനമാണ് ദൈവത്തിൻ്റെ. അതാണ് പറഞ്ഞത്, ജീവനുള്ള ദൈവം മനുഷ്യനെ അവൻ്റെ ഹൃദയപ്രകാരം ന്യായം വിധിക്കുന്നൊരു ദിവസമുണ്ട്. ദൈവമക്കളെ, ഇത് ദൈവരാജ്യത്തിൻ്റെ മർമ്മമാണിതൊക്കെ. അതെല്ലാം അറിഞ്ഞു വേണം മനുഷ്യരായി നാം ജീവിക്കാൻ. അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തെ നാം ക്രമീകരിക്കാൻ. ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് മാതാപിതാക്കന്മാരെല്ലാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവായ യേശു തൻ്റെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. കർത്താവായ യേശു തൻ്റെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്നറിയാവോ? യോഹന്നാന്റെ സുവിശേഷം ഒന്ന് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. തൻ്റെ കൂടെ നടക്കുന്ന അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തെന്നാ പ്രാർത്ഥിച്ചത്? 17-11. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. കർത്താവായ യേശു പറയുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഒരപ്പനും വല്യപ്പനും ഒക്കെ ഞാൻ, അല്ലെങ്കിൽ അപ്പന്മാരായി നിങ്ങൾ, അമ്മമാരായി നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? എനിക്കുള്ള വിശുദ്ധി എൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. എനിക്ക് സ്നേഹിക്കാനുള്ള കഴിവ് എൻ്റെ മക്കൾക്കും സ്നേഹിക്കാൻ അതേ കഴിവ് കൊടുക്കണമേ. കർത്താവേ, എനിക്കുള്ള വിശുദ്ധി എൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. സ്നേഹിക്കാനുള്ള എൻ്റെ കഴിവ് പോലെ എൻ്റെ മക്കളെയും സ്നേഹിക്കാൻ കഴിവുള്ളവരാക്കണമേ. ഞാൻ വിശുദ്ധി ഇഷ്ടപ്പെടുന്ന ഒരു അപ്പനാണ്. വിശുദ്ധ ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരു അപ്പനാണ്. വിശുദ്ധ ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ്. അതുപോലെ തന്നെ എൻ്റെ മക്കളും വിശുദ്ധ ജീവിതം ഇഷ്ടപ്പെടുന്നവരാകണമേ എന്ന് പറഞ്ഞ് വേണം മക്കളെ അനുഗ്രഹിക്കാൻ. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുവീരെന്ന് പറയുക മാത്രമല്ല, അവർ വിശുദ്ധരാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ മാത്രമേ തലമുറയിലേക്ക് അനുഗ്രഹം പകരാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം ഒഴുകി വരണം തലമുറയിലേക്ക്. പുഴയിൽ എവിടെയെങ്കിലുമൊക്കെ ദൈവമക്കളെ ചെളിവെള്ളം, വേനൽക്കാലത്ത് ചെളിവെള്ളം കെട്ടിക്കിടക്കും. ഡാം തുറന്നു വിട്ടാൽ വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വരും, ചെളിവെള്ളം അങ്ങ് പോകും. ഡാം തുറന്നു വിട്ടാൽ അങ്ങ് ഒഴുകി വരും എന്ന് പറഞ്ഞ പോലെ മുകളിൽ നിന്ന് അനുഗ്രഹം ഒഴുകി വരണ്ടേ? തലമുറയിലൂടെ അനുഗ്രഹം ഒഴുകി വരണ്ടേ? അപ്പന്മാരിലൂടെ അമ്മമാരിലൂടെ അനുഗ്രഹം ഒഴുകി വരണ്ടേ? സ്നേഹം ഒഴുകി വരണ്ടേ? സമാധാനമുള്ള ജീവിതം ഒഴുകി വരണ്ടേ? അത് തലമുറയിലേക്ക് ഒഴുകണ്ടേ? അങ്ങനെ ഒഴുക്കുവാൻ തക്ക തലമുറ മാതാപിതാക്കന്മാരുണ്ടാകണം. അങ്ങനെ ഒഴുകുവാൻ തക്കവണ്ണം മാതാപിതാക്കന്മാർ മാനസാന്തരത്തിലേക്ക് വരണം. പ്രിയപ്പെട്ടവരെ, ഇതൊരു കടുകുമണി പോലെയാണ് ദൈവരാജ്യം. അതൊരു കടുകുമണിക്ക് സദൃശ്യം. കടുകെന്തോരം ഉണ്ട്? ഇത്രയേ ഉള്ളൂ, ഇച്ചിരിയേ ഉള്ളൂ. പക്ഷേ അത് വളർന്ന് ഒരു വൃക്ഷമായി കടുകുണ്ടാക്കുന്നത് പോലെ ദൈവമക്കളെ, ദൈവരാജ്യം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ ഒരു അനുഭവം ദൈവമക്കളെ ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ഇത്രയും നേരം കേട്ടു. ഈ കേട്ട വചനത്തിൽ ഒരു കാര്യമെങ്കിലും നിങ്ങൾ അനുസരിക്കുക. ഒരു കാര്യം അനുസരിക്കുവാൻ തീരുമാനിക്കുക. ഒറ്റയ്ക്കൊരു കാര്യം അനുസരിക്കുവാൻ തീരുമാനിക്കുക. ഏതെങ്കിലും ആകട്ടെ, നിങ്ങൾക്ക് അതിനനുസരിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ദൈവമക്കളെ, ആ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങളിൽ തുടങ്ങും, നിങ്ങളിൽ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ദൈവാത്മാവ് വെളിച്ചം തരും. നിങ്ങൾക്ക് സമർപ്പണമെടുത്തുകൊണ്ട് വളരുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ഇന്നു മുതൽ കോപിക്കില്ല, ഞാൻ ഇന്നു മുതൽ പിണങ്ങിക്കിടന്നുറങ്ങില്ല, 2 മുറിയിലായി പോയി കിടന്നുറങ്ങില്ല, ഞാൻ ഇന്നു മുതൽ മേടിച്ച്
കടം മേടിച്ചത് മടക്കി കൊടുക്കും, അല്ലെങ്കിൽ മോഷ്ടിച്ചത് മടക്കി കൊടുക്കും? തീരുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. അത്ഭുതം നടക്കാൻ തുടങ്ങും. അങ്ങനെയാണ് തുടങ്ങുന്നത്. വിശുദ്ധന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? നീതിമാന്മാരുടെ പാത പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ ശോഭിച്ചു വരും. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ അതിനെന്തുമാത്രം വെളിച്ചമുണ്ട്? ചെറിയ വെളിച്ചമേ ഉള്ളൂ. പക്ഷേ അത് ഉച്ചവരെ ശോഭിച്ചു വരുന്നത് പോലെ തന്നെ. അങ്ങനെയാണ് ദൈവരാജ്യം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നത്. ഒരു സമർപ്പണത്തിലേക്ക് വരിക. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പണ്ട് സമർപ്പണം എടുത്തവരായിരിക്കും, ഇതുവരെയും സമർപ്പണം എടുക്കാത്തവരായിരിക്കും. നിങ്ങളൊരു സമർപ്പണം എടുത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ യേശു ക്രിസ്തു കടന്നു വരും. അവിടെ കർത്താവായ യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ സങ്കടം മാറും, നിങ്ങളുടെ ദുഃഖം മാറും, നിങ്ങളുടെ വിലാപം മാറും. കാരണം നിങ്ങൾ അനേകരും ഈ ദുഃഖവും മറുവിളിയും നിലവിളിയെല്ലാം നിലനിൽക്കുന്നതിൻ്റെ കാരണം ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അനുസരണത്തിലേക്ക് വരുന്നില്ല, അനുസരിക്കാൻ തീരുമാനിക്കുന്നില്ല, ജീവിതത്തെ ക്രമീകരിക്കാൻ തീരുമാനിക്കുന്നില്ല. അത്ഭുതങ്ങളെല്ലാം നടക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ മനസ്വാന്തരം നടക്കുന്നില്ല. അനുസരണത്തിലേക്ക് വരൂ പ്രിയപ്പെട്ടവരെ. ഒരു തെറ്റ് തിരുത്താൻ തീരുമാനിക്കൂ. അനേകം അത്ഭുതങ്ങൾ നടക്കും, വളരെ അത്ഭുതങ്ങൾ നടക്കും പ്രിയപ്പെട്ടവരെ. രോഗങ്ങൾ മാറും. നമ്മുടെ തന്നെ കൂട്ടായ്മയിൽ എത്രയോ ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം എങ്ങനെ കിട്ടിയതൊക്കെ? അവർക്ക് രോഗം വന്നു, പക്ഷേ അവർ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലിരുന്ന് കൂടിയിരുന്ന് അവരുടെ തിരുത്തലുകൾ വരുത്താൻ ആഗ്രഹിച്ചു. മാതാപിതാക്കന്മാരോട് കൂടിയിരുന്ന് അവർക്ക് തെറ്റ് തിരുത്താൻ ആരംഭിച്ചു. അവർ തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചു. കർത്താവായ യേശു അവർക്ക് പാപബോധം കൊടുത്തു. അവർ ഹൃദയം തുറന്ന് യേശുവിനോട് സംസാരിച്ചു. ഹൃദയം തുറന്ന് മനുഷ്യരുമായി സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അടുത്ത സമയത്ത് വിവാഹം കഴിഞ്ഞിട്ട് 5-6 കൊല്ലം ആയി തോന്നുന്നു. ഇതുവരെയും കുഞ്ഞുങ്ങളില്ലാതിരുന്ന അവരുടെ ദമ്പതിമാർ, അവരെ ഒരാൾ സംസാരിച്ചു. ദൈവമക്കളെ ഒറ്റ കാര്യം പറഞ്ഞു കൊടുത്തുള്ളൂ: കുഞ്ഞെ, നീ ഒന്ന് പരിശോധിച്ച് നോക്ക്, ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്ക്. എന്താണ് സംഭവിക്കുക? ജീവിതത്തെ ഒന്ന് ശോധന ചെയ്ത് നോക്ക്. എന്ത് സംഭവിക്കും? എന്തൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട്? ദൈവത്തിൻ്റെ വചനം ധാരാളം കേട്ടിട്ടുള്ളതല്ലേ, ഒന്ന് പരിശോധിച്ച് നോക്കുക. അവർക്കതിന് മനസ്സായി. ദൈവവചനം പരിശോധിച്ച് നോക്കിയവർ, അവർ തിരുത്തി. അവർക്ക് തിരുത്താനുള്ളത് പറഞ്ഞു. അവർ ചില കാര്യങ്ങൾക്കൊക്കെ തിരുത്താനുണ്ടെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ജീവിതത്തിൽ നീക്കുപോക്ക് വരുത്തി, അവർ തിരുത്തി. ദൈവം അവർക്കൊരു കുഞ്ഞിനെ ഉദരത്തിൽ കൊടുത്തു. 5 കൊല്ലവും നടക്കാതിരുന്നത് എങ്ങനെ നടന്നു? ആരും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചില്ല, ആരും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചില്ല. ജീവിതത്തിൽ മാറ്റം വരുത്തി, നീക്കുപോക്ക് വരുത്തി, തിരുത്താനുള്ള തിരുത്തി. തെറ്റ് തെറ്റാണ്, സമ്മതിച്ചു. ക്ഷമ ചോദിക്കാനുള്ളവരോട് ക്ഷമ ചോദിച്ചു. തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ട ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നീക്കുപോക്ക് വരുത്തി. അപ്പോൾ ദൈവം അവർക്ക് അനുഗ്രഹിച്ചു കൊടുത്തു. ദൈവമക്കളെ, തരുന്നവനാണ് ഈ ദൈവം, ജീവനുള്ള ദൈവം. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവരാജ്യം നിങ്ങൾക്ക് കിട്ടും. ദൈവരാജ്യത്തിൻ്റെ സമാധാനം നിങ്ങൾക്ക് കിട്ടും. ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. ജീവനുള്ള ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് 13-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. വളരെ കാര്യങ്ങളൊക്കെ. അത് ചെറുതായിട്ട് ആരംഭിക്കുന്നു, കടുകുമണി പോലെ ആരംഭിക്കുന്നു, കടുക് പോലെ ആരംഭിക്കുന്നു, എന്നാൽ അത് വലുതായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, മക്കളുടെ തലമുറയിലേക്ക് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹമാണ് തലമുറയിലേക്ക് ഒഴുകേണ്ടത്. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം തലമുറയിലേക്ക് ഒഴുകണം. ആ മാതാപിതാക്കന്മാർ അനുഗ്രഹം പ്രാപിക്കത്തക്കവണ്ണം ജീവിക്കണം. ദൈവമക്കളെ, അതുപോലെ തന്നെ എനിക്ക് ലാഭമായിരുന്നൊക്കെ ദൈവരാജ്യം. അപ്പോസ്തലനായ പൗലോസ് പറയും, എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണി ഞാൻ കടലിൽ നല്ല മീൻ അന്വേഷിക്കുന്നു. ഒരുത്തൻ നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരി. അപ്പോസ്തലനായ പൗലോസ് മുത്ത് കണ്ടെത്തിയ മനുഷ്യനാണ്. വിലയേറിയ മുത്ത് കണ്ടെത്തിയ അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലൻ കണ്ടെത്തിയ വിലയേറിയ മുത്തായിരുന്നു ദൈവരാജ്യം. അപ്പോസ്തലൻ പറഞ്ഞു, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. വിലയേറിയ മുത്ത് അപ്പോസ്തലൻ കണ്ടെത്തി. ദൈവരാജ്യത്തിൽ കിടക്കണം. അതിനു മുമ്പ് അപ്പോസ്തലന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോസ്തലന് മനസ്സിലായി പ്രിയപ്പെട്ടവരെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലൻ പറയും, അപ്പോസ്തലൻ്റെ പാപവും ശാപവും ഉള്ള മനുഷ്യനായിരുന്നു. പാപവും ശാപവും ഉണ്ടായിരുന്ന അപ്പോസ്തലൻ. പാപം എന്താണെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്താണ് അപ്പോസ്തലൻ? ഞാൻ മുമ്പേ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എന്നാൽ ദൈവം എനിക്കത് ക്ഷമിച്ചു തന്നു. പ്രിയപ്പെട്ടവർ, അപ്പോസ്തലന് പാപമുണ്ടായിരുന്നു, അപ്പോസ്തലന് ഒരു ശാപം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ശാപം എന്ന് പറഞ്ഞാൽ? ഫിലിപ്പിയ ലേഖനം 3:13, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോസ്തലനായ പൗലോസ് ആ മുത്ത് കണ്ടെത്തി, വിലയേറിയ മുത്ത് കണ്ടെത്തി. നിത്യജീവൻ, ദൈവരാജ്യം. ആ നിത്യജീവൻ എനിക്ക് വേണം, ദൈവരാജ്യം എനിക്ക് വേണം. അപ്പോസ്തലന്റെ ശാപം എന്തൊക്കെയായിരുന്നു? അപ്പോസ്തലൻ പറയുന്നുണ്ട് അതിന്റെ 5-ാമത്തെ വാക്യം, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് അഭിമാനമായിരുന്നത് ഇപ്പോൾ ശാപമായി. ഇപ്പോൾ അതൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുക. പാപവും ശാപവുമുള്ള തലമുറ, പാപവും ശാപവുമുള്ള മനുഷ്യൻ. അപ്പോസ്തലൻ പറയുകയാണ് എന്തൊക്കെയായിരുന്നു ഒരു കാലത്ത്, ഇപ്പോൾ എനിക്ക് ശാപമാണ്, ഒരു കാലത്ത് എനിക്ക് ലാഭമെന്ന് കണക്കാക്കി. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. ഇസ്രായേൽ ജാതിക്കാരൻ, ഞാൻ വലിയ ജാതിയിൽപ്പെട്ടവനാണ്, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഞാൻ വലിയ ഗോത്രത്തിൽപ്പെട്ട എബ്രായൻ ജനിച്ച എബ്രായൻ, ഞാൻ എബ്രായർ ജനിച്ച എബ്രായൻ, പ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഒരു കാലത്ത് വലിയ അഭിമാനമായി. പക്ഷേ ക്രിസ്തുവിനെ കണ്ടെത്തി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത വന്നപ്പോഴാണ് ഇതൊക്കെ എനിക്കൊരു ശാപമാണെന്ന് മനസ്സിലായി. നാം വായിച്ചു, കർത്താവായ യേശു ക്രിസ്തു അവിടെ വലിയ അത്ഭുതമൊന്നും ചെയ്തില്ല, അവരുടെ അവിശ്വാസം നിമിത്തം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ അവിശ്വാസം നിൽക്കുന്നുണ്ടോ? സാവകാശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കൂ. ഇപ്പോഴും നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടിയാണ് യേശു കാൽവലി മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ ക്രിസ്തുവിൻ്റെ രക്തം നിന്നെ കഴുകുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? സഹോദരാ, നീ ഏറ്റുപറഞ്ഞാൽ പാപം ക്ഷമിക്കുമെന്ന് നീ അവൻ വിശ്വസിക്കുന്നുണ്ടോ? നീ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റുപറഞ്ഞ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് തരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നീ ഒരു സമർപ്പണം എടുത്താൽ ദൈവം നിനക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടി ജീവൻ തന്നവനെ നീ വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവരുടെ അവിശ്വാസ നിമിത്തം വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. ദൈവമക്കളെ, നിങ്ങൾ അവിശ്വാസത്തോട് യാത്ര പറയുക. വിശ്വാസമാണ് ഇവിടെ ആവശ്യം. വിശ്വസിക്കുക, മനുഷ്യരിലല്ല. നിനക്ക് വേണ്ടി മരിച്ച ക്രിസ്തു, നിനക്ക് വേണ്ടി കാൽവരി രക്തം ചിന്തിയ ക്രിസ്തു, നിനക്ക് വേണ്ടി കാൽവരിയിൽ പടഞ്ഞു മരിച്ച ക്രിസ്തു, അവൻ കാൽവരിയിൽ കുരിശിന്മേൽ ആണിയടിക്കപ്പെട്ടവനായി കടന്നു. പ്രിയപ്പെട്ടവരെ, അവൻ വെറുതെ കിടക്കുകയായിരുന്നില്ല, അവൻ നിർവകാരനായി കിടക്കുകയായിരുന്നില്ല. അവൻ നിന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ട് നിന്റെ പാപത്തിൻ്റെ വില അവൻ കൊടുക്കുകയായിരുന്നു. നിന്റെ മരണഭയം മാറ്റാൻ വേണ്ടി യേശു ക്രിസ്തു കാൽവരിയിൽ നിന്റെ മരണഭയം മാറാൻ വേണ്ടി അവൻ നിന്റെ പാപത്തിന് വില കൊടുക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ കാൽവരിയിൽ കിടന്ന സമയത്ത് നിന്റെ മരണഭയം മാറാൻ വേണ്ടി അവൻ കാൽവരിയിൽ നിനക്ക് വേണ്ടി മരണം ഏറ്റെടുക്കുകയായിരുന്നു. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവൻ നിന്റെ തലമുറയുടെ രോഗവും പാപവും വഹിക്കുകയായിരുന്നു. സഹോദരാ, നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ കാൽവരിയിൽ കിടക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരുന്നു, നിന്റെ തലമുറയെ കണ്ടുകൊണ്ടിരുന്നു, നിന്റെ രോഗം കണ്ടുകൊണ്ടിരുന്നു, നിന്റെ പാപം കണ്ടുകൊണ്ടിരുന്നു, നീ നരകത്തിൽ കത്തുന്നത് അവൻ കണ്ടുകൊണ്ടിരുന്നു. അത് കണ്ടുകൊണ്ടാണ് അവൻ ആ കുരിശിൽ കിടന്നത്. ആ നല്ലവനായ യേശുവാണ് ഇപ്പോൾ നമ്മുടെ അരികത്ത് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം കൈമാറാവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവിശ്വാസിയായി, അനേകർ അവിശ്വാസിയായി പോയി. എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ടവരെ, അനേകർ വിശ്വസിച്ചില്ല, വീര്യപ്രവൃത്തികൾ നടന്നില്ല, രോഗികളായി തന്നെ തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, രോഗികളായി തിരിച്ചുപോയി, ഭിന്നിച്ചവരായി തിരിച്ചുപോയി, അകന്നവരായി തിരിച്ചുപോയി, തമ്മിൽ മിണ്ടാത്തവരായി തിരിച്ചുപോയി,
ആരും തമ്മിൽ അടുത്തില്ല. രോഗം മാറിയില്ല, ഞെരുക്കം മാറിയില്ല, കഷ്ടത മാറിയില്ല, വലിയ അത്ഭുതങ്ങളൊന്നും നടന്നില്ല. ദൈവരാജ്യത്തിൽ പോകാൻ തക്കവണ്ണം ഹൃദയം മാറിയില്ല. ദൈവമക്കളെ, നിങ്ങളുടെ അവിശ്വാസ നിമിത്തം അനുഗ്രഹം നഷ്ടപ്പെട്ടവരായി നിങ്ങളാരും മടങ്ങിപ്പോകരുത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇതാ സുപ്രസാദകാലം ദൈവവേദലെ നിനക്ക് വേണ്ടി ഏറ്റവും വലിയ അനുഗ്രഹം നിന്റെ തലമേൽ കർത്താവ് തരികയാണ്. അനുഗ്രഹം ഇറങ്ങി വരികയാണ്. മകനെ, നീ അവിശ്വാസിയായി നിൽക്കല്ലേ, അവിശ്വസിക്കല്ലേ. കാരണം നല്ലവനായ യേശുവിനെ നിന്റെ ജീവിതം കൊണ്ട് നീ അവിശ്വസിക്കല്ലേ. അവനെ തള്ളിക്കളയല്ലേ, അവനെ മാറ്റിക്കളയല്ലേ. നിന്റെ പാപം മൂടിവെച്ചുകൊണ്ട് പോകാൻ ഇടവരല്ലേ. ഈ യേശുവിനെ സ്വീകരിക്കാതെ കടന്നു പോകാൻ ഇടവരല്ലേ. അവന് വേണ്ടി വാതിലുകൾ തുറന്നു കൊടുക്കുവീ. അവൻ നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ, അവൻ നിന്റെ അവയവങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ, അവന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ബുദ്ധികൾ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവീൻ. പ്രിയപ്പെട്ടവരെ, നിന്നിൽ നിന്നുകൊണ്ട് അവൻ അത്ഭുതം പ്രവർത്തിക്കട്ടെ, അടയാളങ്ങൾ പ്രവർത്തിക്കട്ടെ, തലമുറകളെ തരട്ടെ, രോഗസൗഖ്യമാകട്ടെ, രോഗാത്മാവ് മാറട്ടെ, ദുശീലങ്ങൾ മാറട്ടെ, ദുരാത്മാവ് മാറട്ടെ, അകൽച്ചകൾ മാറട്ടെ, അശുദ്ധികൾ മാറട്ടെ, വൈരാഗ്യ പിശാച് മാറട്ടെ. പ്രിയപ്പെട്ടവരെ, നീരസത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ, സമാധാനത്തിന്റെ ആത്മാവ് കടന്നു വരട്ടെ, സമാധാനത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരട്ടെ, സാത്താൻ മാറട്ടെ, പിശാച് മാറട്ടെ, പൈശാചിക ബന്ധനം അഴിയട്ടെ, യേശുവിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. സമാധാനത്തിന്റെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായി, സ്നേഹിക്കാൻ കഴിവുള്ളവരായി, സ്നേഹത്തിന് വേണ്ടി ജീവിതം കൈമാറിയവരായി ദൈവമക്കളെ, നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ വഴി നടത്തുമാറാകട്ടെ. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ സകല സമാധാനവും നിങ്ങൾ അനുഭവിക്കുവീൻ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഉത്തരം തരുമാറാകണമേ.